നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടാ, എന്തേ കാണിക്കുന്ന? കരയുന്നോ? രാധയുടെ കാര്യം ഓർത്തിട്ട് സഹിക്കുന്നില്ല രുക്മിണി. അവൾക്ക് വലിയ പ്രയാസമായി കാണും. ഓർമ്മ വെച്ച കാലം മുതല് ഓമനിച്ച് നടന്ന അവളുടെ സ്വപ്നത്തെയല്ലേ നമ്മൾ ഇന്നലെ കഴുത്തിഞ്ഞരിച്ച് കൊന്നത്. അവളെ സംബന്ധിച്ച് അതൊരു വിധത്തിന് സഹിക്കാനാവാത്ത കാര്യം. തകർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ രാധക്കുട്ടി. അതിനെന്തെങ്കിലും ദുഷ്ടവിചാരം വെച്ചിട്ടല്ലല്ലോ നമ്മളങ്ങനെ ചെയ്തത്. അവള് കാരണം കൃഷ്ണനൊന്നും സംഭവിക്കരുതെന്ന് മുൻകരുത്. അതിലാർക്കാ തെറ്റ് പറയാൻ പറ്റുക? അവള് കാരണം ആ മേഘനാഥൻ നമ്മുടെ കൃഷ്ണൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ ദുഃഖം അവള് തന്നെയല്ലേ താങ്ങേണ്ടത്. അവിടെ ഇരിക്കോ? വാ ചേച്ചി. ചേച്ചി, ചേച്ചി, എനിക്ക് ഒരുപാട് നേരം പുലർന്നു. ചേച്ചി, ഇന്നലെ രാത്രി ഇറങ്ങിയതല്ലേ? അവിടെ അച്ചൂട്ടനും സീതമ്മയും നമ്മളെ അന്വേഷിച്ച് വലയുന്നുണ്ടാവും. നമ്മൾ ഇന്നലെ രാത്രി ചേച്ചി ഒരുപാട് അന്വേഷിച്ചു. എല്ലാരും പോയി കഴിഞ്ഞിട്ടും കാണാൻ പറ്റിയില്ല. മടങ്ങി പോകാൻ ഒരു ഓട്ടോ പോലും കിട്ടാത്തത് കൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്ന നേരം വെളുപ്പിച്ചതാ. ഇടയ്ക്ക് ഞങ്ങള് കണ്ടപ്പോ വലിയച്ചി കരഞ്ഞു കരഞ്ഞ് ആകെ തളർന്നിരിക്കായിരുന്നു. എന്തിനാ ചേച്ചി കരഞ്ഞത്? ഇന്നലത്തെ അവസ്ഥ കണ്ടിട്ട് അന്നേരം ചോദിക്കാൻ തോന്നാത്തതാ. വലിയച്ചി പറ, ചേച്ചിക്ക് എന്തിനാ ഇത്രയും വലിയ സങ്കടം? എന്തിനാ നിർത്താതെ കരഞ്ഞത്? ബുദ്ധിമുട്ടിയതല്ലേ? അപ്പോഴൊന്നും പക്ഷെ ചേച്ചി ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയി കണ്ടിട്ടില്ല. പറയ് ചേച്ചി, എന്താ ചേച്ചി ഇത്രയും വലിയ വിഷമം? പറയ്, ഞങ്ങളും കൂടെ അറിയട്ടെ. ചിലപ്പോ അതിനുള്ള പരിഹാരം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാലോ? ഏയ്, ഇതെല്ലാം നിങ്ങളുടെ വെറും സങ്കല്പങ്ങളല്ലേ. എനിക്കൊരു വിഷമവും ഇല്ല. ഇനി അഥവാ വിഷമോ ഉൾക്കണ്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നിങ്ങളെ കുറിച്ച് ഓർത്തു മാത്ര. അന്നാ രാത്രിയില് സുഭദ്രാമ്മ നിങ്ങളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു വിട്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെ സംരക്ഷിക്കണമെന്ന്, നിങ്ങളെ വളർത്തി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന്. അതിനുള്ള കഠിന പ്രയത്നമാണ് എന്റെ ജീവിതം. അതിനെന്തെങ്കിലും ഒരു കടുത്ത തടസ്സം നേരിട്ടാ ഞാൻ തകർന്നു പോവും. അത്രയുള്ളൂ. ഏയ്, അതൊന്നും അല്ല. ഞങ്ങളുടെ കാര്യത്തില് ഒരു കുഴപ്പവും വന്നില്ലല്ലോ. എന്നിട്ടും വലിയച്ചി കരഞ്ഞു. വലിയച്ചി എന്തൊക്കെയോ ഒളിച്ചു വെക്കുകയാണ്. ഇല്ല ഇല്ല ആര്യമോളെ, ഒന്നുമില്ല. ഇന്നലെ എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ചിന്തിച്ചപ്പോ കരഞ്ഞു പോയതായിരിക്കും. ഇപ്പൊ എന്താന്ന് വെച്ചാ അച്ചൂട്ടനും നിങ്ങളും ഒക്കെ സന്തോഷത്തോടെ ഇരുന്നാ പിന്നെ എനിക്ക് ദുഃഖവും സങ്കടവും ഒന്നുമില്ലല്ലോ. ആ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോകാം നമുക്ക്. രാത്രി മുഴുവൻ സീതമ്മ ഉറക്കൊഴിഞ്ഞിരുന്നിട്ടുണ്ടാവും. രാവിലെ എണീറ്റ് അച്ചൂട്ടൻ നമ്മളെ തിരക്കുന്നുള്ളത് ഉറപ്പാ. വാ, പോവാം നമുക്ക്. ചേച്ചി, അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ. കരഞ്ഞതിന്റെ കാരണം ഇതൊന്നും അല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം. അത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.